ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടായിരുന്നു എന്തുകൊണ്ടാണ് അവരുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരാത്തത് എന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എപ്പോഴാണ് അസൈൻമെൻറ്റ് റിസൾട്ട് വരുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളും. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ അസസ്മെൻറ്റ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ഓരോ ഇയറിലും പഠിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും അസൈൻമെൻറ്റ് നിങ്ങൾ കമ്പൾസറി ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സാധാരണയായിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തവണയായിട്ടാണ് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ടേമുകൾ വരുന്നത്. അതായത് നിങ്ങൾ ഡിസംബറിലാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിലായിരിക്കും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ജൂണിലാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ മാർച്ചിലായിരിക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെപ്റ്റംബർ, മാർച്ച് എന്നിങ്ങനെ 2 ടേമുകളിലായിട്ടായിരിക്കും ഇഗ്നു സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് അസൈൻമെൻറ്റ് റിസൾട്ട് വരിക എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടാണ്. ഇപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലായിരിക്കും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അസൈൻമെൻറ്റ് നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കും. അതായത് വാലുവേഷന് ഏതൊക്കെ ടീച്ചേഴ്സിനെയാണോ അലോട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പോൾ അവരുടെ വാലുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക്, അതായത് എത്ര മാർക്കാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റിന് കിട്ടിയത് എന്നുള്ളത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലോ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാർച്ചിൽ ഒരാൾ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആളുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഒരു ഒക്ടോബർ, നവംബർ ആ ഒരു ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വൈകി എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അത് വാല്യുവേഷൻ ചെയ്യാനെടുക്കുന്ന ഒരു ടൈമും പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമുകളൊക്കെ നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടൈമൊക്കെ ഇടയിൽ വരുന്നത് കൊണ്ടാണ് അസൈൻമെൻറ്റ് അതായത് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് ഇത്രയും ലാഗായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടും കൂടെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള അസൈൻമെൻറ്റ് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് സ്റ്റുഡൻസ് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയിട്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് 1 വർഷമോ 2 വർഷമോ ആയി എന്ന് വിചാരിക്കുക. എന്നിട്ടും നമുക്ക് അസൈൻമെൻറ്റിൻ്റെ അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ലൈക്ക് നിങ്ങളുടെ സബ്മിഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് അസൈൻമെൻറ്റിൻ്റെ യാതൊരു അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നിങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ ചെയ്യാം. അതായത് എൻ്റെ അസൈൻമെൻറ്റിൻ്റെ അപ്ഡേഷൻസ് ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മെയിൽ അയക്കാം. ഇനി മെയിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് പരാതിപ്പെടണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ സ്റ്റുഡൻറ്റ് സർവീസിൽ ഗ്രീവൻസ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്ററിലായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, അതായത് ആ സ്റ്റഡി സെൻറ്ററിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് റിസീവ് ആയി എന്നതിനൊരു തെളിവായിട്ട് ഒരു സ്ലിപ്പ് തരും. അപ്പോൾ ആ സ്ലിപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഗ്രീവൻസ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പരാതിപ്പെടാൻ പറ്റും. എൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അപ്ഡേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രീവൻസിലൂടെ യൂണിവേഴ്സിറ്റിയിൽ പരാതിപ്പെടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ട് മാർച്ചിലൊക്കെ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ വാല്യുവേഷൻ എടുക്കുന്ന സമയവും അതിൻ്റെ ഇടയിൽ വരുന്ന എക്സാമുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരാൻ ലാഗ് ആവുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അസൈൻമെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.